നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമുക്കിപ്പോൾ വീണ്ടും രാജേന്ദ്ര സർവരുടെ വിളിക്ക് ശേഷം എത്തിയിരിക്കുകയാണ്. നമസ്കാരം. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ഇതിനിടയിൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കേരള പോലീസിനെ തന്നെ വെല്ലുവിളിച്ച് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ നെട്ടോട്ടം ഓടിച്ച് അർജുൻ ആയങ്കി എന്ന വ്യക്തി അപ്പോൾ ഒടുവിൽ പിടികൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ആ സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ കസ്റ്റഡി അപേക്ഷ, അങ്ങനെ തെളിവെടുപ്പ് അന്വേഷണമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അർജുൻ ആയങ്കി. പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ പറയുന്നത് ഞാൻ വളർന്ന പ്രസ്ഥാനം വേറെയാണെന്ന്. ഇപ്പോൾ പാർട്ടി നേതാക്കളൊക്കെ കൈവിട്ടു, അവർ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറയുന്നുവെങ്കിൽ പോലും ആ പാർട്ടിയിൽ തന്നെ വളർന്നൊരു വ്യക്തിയാണ് അർജുൻ ആയങ്കി. അത് അർജുൻ തന്നെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനിടയിൽ ഒരു നേതാക്കളൊക്കെ കൈവെടിയുമ്പോൾ അർജുൻ ആയങ്കി തന്നെ ഫേസ്ബുക്കിൽ പറഞ്ഞു, പ്രത്യേകിച്ച് MP ജയരാജൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, തൂഫാൻ പോലെ അർജുൻ ആയങ്കിയെ തൂക്കണമെന്ന്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് അർജുൻ ആയങ്കി ഫേസ്ബുക്ക് കുറിച്ചത്, മറ്റെല്ലാവർക്കും നവീകരിക്കാനും തിരിച്ചു വരാനുമുള്ള അവസരങ്ങളുണ്ട്, പക്ഷെ അർജുൻ ആയങ്കി ശത്രുക്കളെക്കാൾ വലിയ ശത്രുവാണെന്ന പോലെ ഒരു നിലപാടെടുക്കുന്നത് പിന്നിൽ നിന്ന് കുത്തരുത്, സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സാരമില്ല, പിന്നിൽ നിന്ന് കുത്തരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരാൾ പറയുന്നു, മനു തോമസ് എന്ന് പറഞ്ഞ DYFI നേതാവ് പറയുന്നു, അർജുൻ ആയങ്കി വളർത്തിയത് P ജയരാജനാണെന്നും. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയങ്ങളെ പറ്റി സാറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? എത്രയായെങ്കിലും ആയങ്കി ഇപ്പോൾ ജയിലിലായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ശരിയായിട്ടൊരു ബോധ്യം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആയങ്കി പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. പോലീസിനെ വളരെയധികം വെള്ളം കുടിപ്പിച്ച ശേഷമാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളം വിട്ടുപോയിട്ടുണ്ടെന്നൊക്കെയായിരുന്നു പ്രചാരണം. കേരളത്തിന് വെളിയിലേക്ക് പോലീസ് പോകാൻ തയ്യാറെടുക്കുന്നു. അപ്പം എന്തുകൊണ്ട് കേരള പോലീസിന് ഒരു 12 മണിക്കൂറത്തെ ഒരു കാത്തിരിപ്പ് വേണ്ടി വന്നു ഇദ്ദേഹത്തെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടും കണ്ണൂരിൽ തന്നെ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്ന കക്ഷിയുടെ മാസ് ബേസും അതിൻ്റെ ക്രിമിനൽ ബേസും പോയിട്ടില്ല എന്നുള്ളതാണ്. അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടായി ആയങ്കിമാരെ പോലെയുള്ള ആൾക്കാർക്ക് ഇവിടെ നടക്കാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം പപ്പു യാദവിനെ പോലെയുള്ള ആൾക്കാർക്ക് ബീഹാറിൽ നടക്കാവുന്നത് പോലെ, സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന പോലെ ഗുണ്ടകൾക്ക് പണ്ട് ഉത്തർപ്രദേശിൽ നടക്കാവുന്നത് പോലെ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. പാർട്ടി അവരെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇത് പറയുമ്പോൾ പാർട്ടിയിലെ എല്ലാ നേതാക്കളും പൂർണ്ണമായിട്ട് ഉണ്ട് എന്നൊരു ധാരണ വേണ്ട. പാർട്ടിയിൽ തന്നെ നെടുകെ ഒരു പിളർപ്പുണ്ട് എന്നുള്ള ഒരു സൂചനയും ഇത് നൽകുന്നുണ്ട്. ഉദാഹരണമായി നോക്കൂ, കണ്ണൂരിലെ 3 ജയരാജന്മാരാണ് ഈ പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രബലമായിട്ടുള്ള മാസ് ബേസും പാർട്ടി ഗ്രാമങ്ങളും ഉള്ളത് കണ്ണൂരിൻ്റെ മണ്ണിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇതുണ്ടായതും കണ്ണൂരിൽ തന്നെയാണ്. കണ്ണൂരിലെ പിണറായി പാറപ്പുറത്ത് P കൃഷ്ണപിള്ളയും കൂട്ടരും ചേർന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപവൽക്കരിക്കുമ്പോൾ അവരൊരിക്കലും വിചാരിച്ചിരിക്കുകയില്ല, അവരുടെ വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും ഈ പാർട്ടി ഇങ്ങനെ ഗുണ്ടകളുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ഗുണ്ടകളുടെ കയ്യിലായ പാർട്ടി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഗുണ്ടകളുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ എതിരാളികളെ, ശത്രുക്കളെ ഉന്മൂലനാശനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നായിട്ട് പരുവപ്പെടുന്നു. കണ്ണൂരിൽ തന്നെ ആ വിപരീതമാണ് സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ താത്വിക ആചാര്യനായ സൈദ്ധാന്തികനായ EMS പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, RSSുമായിട്ടുള്ള സംഘടനത്തിൻ്റെ കാര്യത്തിൽ RSSകാരെ കൊലപാതകം മൂലം തീർക്കാമെന്ന് ഞങ്ങൾ കരുതുന്നില്ല, അതുപോലെ തന്നെ ഞങ്ങളെ ഉന്മൂലനം ചെയ്യാം എന്ന് അവരും കരുതേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉന്മൂലനാശന സിദ്ധാന്തം എന്ന് പറയുന്നത് തന്നെ വർഗ വൈരുദ്ധ്യത്തിൻ്റെ ഒരു ആഖ്യാനമാണ്. അതായത് ക്ലാസ് ഇൻട്രസ്റ്റ് എപ്പോഴും സമൂഹത്തിലെ മുതലാളി വിഭാഗത്തിന് അല്ലെങ്കിൽ ബൂർഷ്വാസി വിഭാഗത്തിനുണ്ടാവും. തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങളെന്ന് പറയുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുന്നു. EMS എപ്പോഴും പറയാവുന്ന പോലെ തൊഴിലാളി, കർഷക, നാമമാത്ര കർഷകാദി ബഹുജനങ്ങൾ, അവർക്ക് വേണ്ടിയാണ് പാർട്ടി നിലകൊള്ളുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെയല്ല. പാർട്ടിയുടെ ശത്രുക്കളെ കത്തി കൊണ്ടും ബോംബ് കൊണ്ടും
തോക്കുകൊണ്ടും കൊല്ലുന്ന ആൾക്കാരും ഈ പാർട്ടിയുടെ ഭാഗമാണ്. അവർക്ക് തത്വശാസ്ത്രങ്ങളെക്കുറിച്ചോ പാർട്ടി ആദർശങ്ങളെക്കുറിച്ചോ പാർട്ടി കോൺഗ്രസ്സിലെയോ പ്ലീനത്തിലെയോ തീരുമാനങ്ങളെക്കുറിച്ചോ യാതൊരു വിവരമില്ല. അവരുടെ ആയുധം എന്ന് പറയുന്നത് ആശയമല്ല, മറിച്ച് ആയുധമാണ്. ഞാൻ ഈ പറഞ്ഞ ആയുധങ്ങളൊക്കെ തന്നെ. അത് വെച്ച് കോൺഗ്രസ്സുകാരെ നേരിടണം എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ പാർട്ടിയിലുണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം സ്റ്റഡി ക്ലാസ്സുകളും ഒക്കെ വെച്ച് പ്രവർത്തിക്കുന്ന ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇതിപ്പരം ഒരു നാണക്കേടില്ല. ഇതിപ്പരം ഒരു നാണക്കേടില്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന നക്സലൈറ്റുകൾ ആയുധം ഉപയോഗിക്കുന്നില്ലെന്ന്, അവരുടെ ഒരു സിദ്ധാന്തമാണത്. ആയുധം കൊണ്ട് മാത്രമേ വർഗസമരം മുന്നോട്ട് നയിക്കാൻ പറ്റൂ എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിരിക്കുന്ന ഇവിടുത്തെ ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തക്ക അവസരം വരുമ്പോൾ ഇവിടെ ജനാധിപത്യ വിപ്ലവം ഉണ്ടാക്കണം. അവസരം വരുമ്പോഴാണ്, ഇപ്പോഴല്ല. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ശത്രുക്കളെ കൊല്ലുന്നതുമായിട്ട് ഇതൊരു ബന്ധവുമില്ല. ക്ലാസ് വാറാണ്, രണ്ട് വർഗ്ഗങ്ങൾ തമ്മിലുള്ള. അതാണല്ലോ വർഗസമര സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള സ്ട്രഗിൾ അതെപ്പോഴും സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും യാതൊരു പിടിയുമില്ലാത്ത ഉള്ള ഗുണ്ടകൾ അതിനകത്ത് കയറിയിരുന്ന് വാചാലതയും വാചകമടിയും അവരുടെ വാചക ഭംഗിയും കൊണ്ട് നിലനിൽക്കുന്നു. പല ഒന്നാന്തരം മുദ്രാവാക്യങ്ങൾ എഴുതും. ആകാശ് തില്ലങ്കേരി ആയാലും ശരി, അർജുൻ ആയെങ്കി ആയാലും ശരി, അവർ ഒന്നാന്തരം മുദ്രാവാക്യങ്ങൾ എഴുതും. അങ്ങനെയാണ് കണ്ണൂരിൽ ഈ PJ ആർമി എന്നൊരു പ്രസ്ഥാനം തന്നെ രൂപപ്പെട്ടത്. PJ ആർമി പാർട്ടിയുടെ ആർമി അല്ല, ഒരു വ്യക്തിയുടെ ആർമി. അവരുടെ ആശയവുമായിട്ടോ വർഗസമര സിദ്ധാന്തവുമായിട്ടോ സമരസപ്പെട്ടു പോകുന്ന ഒന്നല്ല ഇത്. സമരസപ്പെട്ടു പോകുന്നതല്ല. അതുകൊണ്ടാണ് പിണറായി വിജയന് ഈ P. ജയരാജനെ ഒതുക്കേണ്ടി വന്നത്. വടകരയിലിട്ട് തോൽപ്പിച്ചതും കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കം പിണറായി വിജയൻ്റെ തന്നെയാണ്. അപ്പോഴും ഈ ഗുണ്ടകൾ പാർട്ടിയിൽ തന്നെ അഭിരമിച്ചിരുന്നു. അതിലൊരു ഗുണ്ടയാണ് ഈ പറഞ്ഞ അർജുൻ ആയങ്കി. ഈ അർജുൻ ആയങ്കി ഇട്ട പോസ്റ്റുകൾക്ക് ഇപ്പോൾ ഒരു പ്രാധാന്യം വന്നു. എന്തുകൊണ്ടാണ്? ഗവൺമെൻറ് മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് അല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ് അല്ല. പഴയ പോസ്റ്റുകളൊക്കെ എടുത്തിട്ടു. പോലീസിനെ വെല്ലുവിളിക്കുന്ന പോസ്റ്റുകളും ഒക്കെ പഴയത് തന്നെ എടുത്തിട്ടു. അദ്ദേഹത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹമല്ല അയാളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒതുക്കിയപ്പോൾ എന്നാ വെല്ലുവിളി എത്തിക്കളയാമെന്ന് പറഞ്ഞ് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അതിനൊരു പ്രസ്റ്റീജ് പ്രശ്നമായിട്ട് എടുത്തു. വാസ്തവത്തിൽ പക്വതയുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് അതങ്ങനെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇത് പോലീസ് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. പോലീസിനെയാണ് വെല്ലുവിളിച്ചത്, രമേശ് ചെന്നിത്തലയെ അല്ല വെല്ലുവിളിച്ചത്. അദ്ദേഹം പാർട്ടിയെയും വെല്ലുവിളിച്ചു, പുറകിൽ നിന്ന് കുത്തരുത് എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ ഇവിടെ പാർട്ടി കയറി അങ്ങ് ഇടപെട്ട് കളയുന്നത്. അങ്ങനെ പോയി കഴിയുമ്പോൾ ഇത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു കുടിപ്പകയായിട്ട് മാത്രം മാറും. അതവിടെയാണ് ഈ പ്രശ്നം. പോലീസിനെ വെല്ലുവിളിച്ചതിൻ്റെ പേരിലല്ല ഒരാളിനെ അറസ്റ്റ് ചെയ്യേണ്ടത്. കേരളത്തിലെ ക്രമസമാധാന നില തകർക്കുന്നതിൻ്റെ പേരിലാണ്. അതിൽ തകർത്തിട്ടുണ്ട്. ജയിലിൽ പാർട്ടി സഹായത്തോടു കൂടി ആവശ്യമില്ലാത്ത അവകാശങ്ങളൊക്കെ മറ്റു പ്രതികൾക്ക് കിട്ടാത്ത അവസരങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. 100% ശരിയാണ്. പോലീസുകാർക്ക് പലർക്കും അയാളെ പേടിയായിരുന്നു. കാര്യം എന്താ? പോലീസുകാരുടെ സംഘടന എന്ന് പറയുന്നത് ഇടതുപക്ഷ ചായ്വുള്ളതും മുഖ്യമന്ത്രിയോട് അടുത്ത് നിൽക്കുന്നതുമാണ്. പോലീസ് നല്ലൊരു വിഭാഗം ഇപ്പോഴും അങ്ങനെ തന്നെ ആയെങ്കിൽ പേടിക്കുന്നവരാണ്. ആ ഇക്കോസിസ്റ്റം ഇപ്പോഴും കംപ്ലീറ്റ് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കാൻ ധൈര്യപ്പെട്ടത് തന്നെ. ചുണയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ആ ചോദ്യമുണ്ടല്ലോ, കുറച്ച് മുമ്പാണെങ്കിലും ഇപ്പോഴാണെങ്കിലും. അവരധികാരത്തിലിരിക്കുമ്പോഴായാലും ഇവരധികാരത്തിലിരിക്കുമ്പോഴായാലും പോലീസ് പിണറായി വിജയൻ്റെ പോലീസ് തന്നെയാണ് എന്നുള്ള അഹന്തയും അഹങ്കാരവുമാണ്. അപ്പോഴാണിത് അഭിമാന പ്രശ്നമായിട്ട്. അത് അപ്പോഴല്ല എടുക്കേണ്ടത്. ഇദ്ദേഹം ഈ ആദ്യത്തെ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എടുക്കേണ്ടതായിരുന്നു ഇടതുപക്ഷ ഗവൺമെൻറ്. അത് ചെയ്തില്ല. രമേശ് ചെന്നിത്തല വന്നപ്പോൾ തന്നെ കാപ്പ ചുമത്തട്ടെ. ഇപ്പോഴും കാപ്പ ചുമത്തിയിട്ടില്ല അദ്ദേഹത്തിന്. നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതുവരെ എന്താ കാപ്പ? സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർക്ക് വാഴക്കോണത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളിന് കാപ്പ ചുമത്താമെന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കയറാനാവാത്ത വിധം അദ്ദേഹത്തെ പിടിച്ച് ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിടാമെങ്കിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ഏത് കൃത്യത്തിന് വേണ്ടിയാണോ ആ കോർപ്പറേഷനിൽ വോട്ട് ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കാതിരിക്കാമെങ്കിൽ ആ ജനാധിപത്യ വിരുദ്ധത വരെ ഒരു പാർട്ടി ശത്രുവിനോട് കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ വെല്ലുവിളിച്ച് ആയെങ്കിൽ പല കുറ്റകൃത്യങ്ങൾക്കും പ്രതിയായിട്ടുള്ള ആളിനെ പല കൊലപാതക കേസുകളിലും പ്രതിയായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ വ്യക്തിയെ എന്തുകൊണ്ട് കാപ്പ കേസിൽ കണ്ണൂരിൽ ഇനി കാലെടുത്ത് കുത്തരുതെന്നൊരു വാണി
പാർട്ടി ഗ്രാമങ്ങളുള്ള കണ്ണൂരിൽ, പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു പ്രദേശത്ത് എന്തുകൊണ്ട് പാകിസ്ഥാനിലെ ചാവേർ നിലങ്ങളുണ്ടല്ലോ, ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ എങ്ങനെ ഭീകരന്മാർക്ക് ഇന്ത്യ തകർത്ത് കളഞ്ഞു, അതിൽ 9 എണ്ണം, അവിടെ എത്രമാത്രം ശക്തിയുണ്ടോ അതുപോലെ ഇവർക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിൽ ഒക്കെ സ്വൈരമായിട്ടും പോലീസിന് പിടികൊടുക്കാതെയും ആർക്കും പിടികൊടുക്കാതെയും വിഹരിക്കാവുന്ന അന്തരീക്ഷം ഇപ്പോഴുമുള്ള കണ്ണൂരിൽ എന്തിന് അദ്ദേഹത്തിനെ പ്രവേശിപ്പിക്കും നിങ്ങൾ? എന്താ അതിനകത്ത് തടസ്സം എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുട്ടുപറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ PSCയുടെ പേരിൽ നടപടിയെടുക്കാൻ ഇപ്പോൾ ഇത്രയും തോന്നിയാസം കാണിച്ചിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെ വെച്ചു പൊറുപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കോംപ്രമൈസ്. അതിനാണ് നമ്മൾ കോംപ്രമൈസ് എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ ഒരിക്കലും പാടില്ലാത്ത, തെറ്റു ചെയ്തവരെ ശിക്ഷിക്കാതിരിക്കുന്ന ഒരു സമ്പ്രദായം. ആ സമ്പ്രദായമാണിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ദുരഭിഷ്ടവും നടക്കാൻ പാടില്ലാത്തതുമായ കാര്യമാണ്. ഈ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതിനപ്പുറം പല കേസുകളിലും പ്രതിയായിട്ടുള്ള ഒരാൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് വെട്ടിച്ചുകൊണ്ട് 12 മണിക്കൂർ സഞ്ചരിക്കാൻ കഴിയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും പോകാതെ തന്നെ കാർ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് പിന്നെയും. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഒരു വക്കീൽ ഇവന് അവരുടെ ഫ്ലാറ്റ് താമസിക്കാൻ വിട്ടുകൊടുത്തു. വക്കീലിനെ ഇപ്പോൾ അന്വേഷിച്ച് നടക്കുക. കീഴടങ്ങാൻ എത്തിയതാണ് എന്നാണ് വക്കീൽ പറയുന്നത്. കീഴടങ്ങാൻ എത്തിയപ്പോഴാണ് പോലീസ് എത്തിയത്. ഇതിൻ്റെ മറ്റൊരു ട്വിസ്റ്റ്, അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ പോലീസ് നടപടിയെടുത്തത് ഞാൻ കീഴടങ്ങാം, കോടതിയിൽ പോയി കീഴടങ്ങാമെന്ന് സമ്മതിച്ച ഒരു പ്രതിയെ, ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ കേട്ടോ, ആ പ്രതിയെ തങ്ങൾക്ക് പ്രസ്റ്റീജ് കിട്ടാൻ വേണ്ടി തങ്ങളാണ് ഇയാളെ പിടിച്ച് ഒതുക്കിയത്. സുകുമാരക്കുറുപ്പിനെ ഇതുവരെ പിടിച്ചിട്ടില്ല, അത് പോട്ടെ. അയാളെ പിടിച്ച് വക്കീലിനെ ഇപ്പോൾ അന്വേഷിച്ച് നടക്കുക, അയാൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തത്. എന്ന് മാത്രമല്ല, ഇയാൾക്ക് 2 ഭാര്യമാരുണ്ട്. ആ 2 ഭാര്യമാരിൽ ആദ്യത്തെ ഭാര്യ സ്വാഭാവികമായിട്ടും അവർക്ക് ഇയാളോടൊരു ദേഷ്യം വരുമല്ലോ തന്നെ ഉപേക്ഷിച്ചതിന്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആ കുടുംബ ശത്രുത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആയങ്കിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. ആ ഭാര്യയെ ആശ്രയിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ ഇൻഫോർമറായിട്ട് വന്ന ആരാ? ഇദ്ദേഹത്തിൻ്റെ തന്നെ ആദ്യ ഭാര്യയാണ്. അവിടെ പോലീസിൻ്റെ ഒരു വിരുദെന്ന് പറയുന്നത് അതിനകത്ത് എന്താ? ശരിയാണ്, ഓഫ് കോഴ്സ് ഇൻഫോർമേഷന് ഒരുപാട് വേണം, ഇൻ്റലിജൻസ് വേണം. ആ ഇൻ്റലിജൻസും പരാജയപ്പെട്ടു എന്നാണ് ഈ ആദ്യ ഭാര്യയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു നീക്കമുണ്ടായി ഭാര്യ വഴി എന്ന രീതിക്ക്. അതും അർജുനാങ്കിയെ ചൊടിപ്പിച്ചിരുന്നു. അപ്പോഴാണ് വെല്ലുവിളി വന്നത്. എന്നാ പിന്നെ പിടിക്കാമെങ്കിൽ പോലീസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ആയങ്കിമാർ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നത്. തില്ലങ്കേരിമാരും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കും. പോലീസ് എന്ന് പറയുന്ന പ്രൊഫഷണലാണെങ്കിൽ, ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ വാലാട്ടികളല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കിത് ചെയ്യാൻ പറ്റും. പോലീസ് ഇപ്പോഴും അങ്ങനെ ആയിട്ടില്ല. പോലീസ് കമ്മീഷൻ്റെ ഒരുപാട് റിപ്പോർട്ടുകൾ ഇത് നന്നാക്കാൻ വേണ്ടിയുള്ളതുകൊണ്ട് ഒന്നും നടപ്പാക്കിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഗത്ഭനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാൽ തയ്യാറാക്കപ്പെട്ട റിപ്പോർട്ടുകൾ പ്രൊഫഷണലാക്കാൻ, സ്കോട്ട്ലൻഡ് യാർഡിനെ പോലെയാക്കാനുള്ള റിപ്പോർട്ടുകളെല്ലാം അവിടെ അട്ടിയടുക്കി വെച്ചിട്ടുണ്ട്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും രാഷ്ട്രീയ വാനരസേനയായിട്ട് പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നുള്ളതിലേക്ക് ഒരു ട്രാൻസിഷന് കുറച്ച് സമയം എടുക്കും. കുറച്ച് കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വാലായിട്ട് മാറും. ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ സ്റ്റേറ്റ്, മേ ബി ഗുഡ് ഫോർ ദി പാർട്ടീസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ സാറിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ കൈമാറിയതിന് വളരെയധികം നന്ദി.